ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ഒരു 2-3 ദിവസമായി നിങ്ങളെല്ലാവരും കണ്ടിട്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ ഒന്ന് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എല്ലാവരും സുഖമായിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷനിൽ ഇപ്പോൾ വന്നത് ഒരു പത്രവാർത്ത വായിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ വന്നിരിക്കുന്നത്. അത് ഞാൻ ഈ പത്രവാർത്ത വായിച്ചത് മാതൃഭൂമി പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷനിലാണ്, ഇംഗ്ലീഷ് എഡിഷനിലാണ് ഞാനത് വായിച്ചത്. ഇതിപ്പോൾ ആക്ച്വലി ന്യൂസ് വന്നിട്ട് ഒരു ദിവസം 2 ദിവസമായി ന്യൂസ് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ആ വാർത്തയുടെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഹൈറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ടേൺസ് സോർ, ലോ സ്യൂട്ട് ഫയൽഡ് അഗെയിൻസ്റ്റ് ദ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു പരാതിപ്പെട്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മലാപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ പരാതിപ്പെട്ടിരിക്കുന്ന ആൾ ഒരു തയ്യൽ ജോലി അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പരാതിക്കാരി ഏകദേശം 4,10,000 രൂപ, 4,10,000 റുപ്പീസാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4,10,000 ആകുമ്പോൾ 41 ID, 41 IDസിൻ്റെ പൈസയാണ്. അപ്പോൾ ഈ പരാതി, അപ്പം ഞാൻ പിന്നെ ആ വാർത്തയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഈ പരാതിക്കാരി എമൗണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് December 2, 2023 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ December 2 എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക്. അങ്ങനെയാണ് അതിലേക്ക് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് December 2 മുതൽ December 6 വരെയാണ് ഈ പരാതിക്കാരിയുടെ IDs എൻ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. 4 ദിവസം കൊണ്ട് ഈ 4,10,000 രൂപ, 41 IDs, 41 IDs കമ്പനിയുടെ സൈറ്റിൽ എൻ്റർ ചെയ്തു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ December 2 മുതൽ December 6 വരെ IDs എൻ്റർ ചെയ്തു. അപ്പോൾ ഈ പരാതിക്കാരിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ അത് മനസ്സിലാക്കുന്നു. കാരണം ഒരു തയ്യൽ ജോലി അഭ്യസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 4,10,000 രൂപ വലിയൊരു എമൗണ്ടാണ്, സാധാരണ ഒരു മനുഷ്യന് വലിയൊരു എമൗണ്ടാണ് ഡെഫിനറ്റ്ലി. അപ്പം അവരുടെ ഒരു കേസിൽ ഡെഫിനറ്റ്ലി അത് ആ വികാരം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആഴ്ചതോറും 110 രൂപ ഡിവിഡൻഡ് കൊടുക്കുമെന്നാണ് മാതൃഭൂമി ന്യൂസിൽ അതിൽ പറഞ്ഞിരിക്കുന്നത്. 110 രൂപ ഡിവിഡൻഡ് കൊടുക്കുമെന്നാണ് ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എൻ്റെ അറിവിൽ സെയിൽസ് ഇൻസെൻറ്റീവായിട്ടാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എല്ലാ ആഴ്ചയും കൊടുക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. പൂൾ ഇൻകം എന്നുള്ള രീതിയിൽ, വീക്ക്ലി പൂൾ ഇൻകം എന്നുള്ള രീതിയിൽ, സെയിൽസ് ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിലാണ്, ഡിവിഡൻഡ് എന്നുള്ളതല്ല. എന്തായാലും വാർത്തയിൽ ഡിവിഡൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 110 രൂപ വെച്ച് ഡിവിഡൻഡ് അല്ലെങ്കിൽ പൂൾ ഇൻകം കിട്ടുമെന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ പരാതിയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവർ നിക്ഷേപിക്കുന്ന ഓരോ 10,000 രൂപയുടെ IDക്കും 3 ഇരട്ടി, ട്രിപ്പിൾ ആക്കി കൊടുക്കും, 3 ഇരട്ടിയാക്കി കൊടുക്കുമെന്നാണ് ഈ പരാതി. പക്ഷേ അങ്ങനെയൊന്നും അവർക്ക് 1 പൈസ പോലും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ശ്രദ്ധ വന്നത് ആ ഡേറ്റിലാണ്. ഈ December 2 മുതൽ December 6 വരെയാണ് ഇവർ ഡിജിറ്റൽ IDs, ഹൈറിച്ചിൻ്റെ ഡിജിറ്റൽ IDs കമ്പനിയിൽ എൻ്റർ ചെയ്തെന്ന് ആ പരാതിയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ December 2023. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു December 6 December 7 ആണ് ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അക്കൗണ്ടും അതുപോലെ പ്രോപ്പർട്ടീസും ബഡ്സ് ആക്ട് പ്രകാരം, ബഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 14 പ്രകാരം ഫ്രീസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഇവർക്ക് അറിയാമല്ലോ, ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതിൽ ബാങ്ക് അക്കൗണ്ട്സ് ആണെങ്കിലും പ്രോപ്പർട്ടീസ് ആണെങ്കിലും അത് പിന്നെ കമ്പനിക്ക് ഒരു കൺട്രോളും ഇല്ല. കാരണം അത് ഫുൾ കൺട്രോൾ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ കയ്യിലിരിക്കുകയാണ്. അത് ഇവർക്കും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ആ പത്രവാർത്തയിലെ ഇതുമായിട്ടാണ് അപ്പം ഈ ഒരു പരാതിയുമായിട്ട് എന്ത് ലോജിക് ആണ് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പലപ്പോഴും എൻ്റെ ഇപ്പോൾ ക്രിറ്റിസൈസസ് പലരും പറയുന്നു നിങ്ങൾക്ക് ലോജിക് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ചാനലിനെ കുറിച്ച്. ലോജിക്കൽ ടോക്സ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാനിത് ചോദിക്കുന്നത്, ഈ ഒരു പരാതിയിൽ ലോജിക് ഉണ്ടോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം December 6 December 7 പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റി ചെയ്ത ഒരു നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണെങ്കിലും അതുപോലെ ബഡ്സ് ആക്ടിൻ്റെ വിധി പറയുന്ന പ്രസ്തുത കോടതിയിൽ, ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ, തൃശ്ശൂർ കോടതിയിലാണെങ്കിലും കയറി വാദങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരാതിയിൽ പറയുന്ന പോലെ കമ്പനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഇപ്പം ബാങ്ക് അക്കൗണ്ട്സും പ്രോപ്പർട്ടീസും എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന
അതും കോമ്പറ്റൻ്റ് അതോറിറ്റിയാണ് അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതിനുശേഷം എനിക്ക് തോന്നുന്നു ജനുവരിയിലാണെന്ന് തോന്നുന്നു അതുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട്സ് ആണെങ്കിലും പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പരാതിയിൽ എങ്ങനെയാണ് ഒരു ലോജിക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ പരാതിക്കാരി ഇപ്പോൾ പരാതിപ്പെട്ടതുപോലെ തന്നെ അത് കമ്പനിക്ക് എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ ലാഭം കൊടുക്കാൻ വേണ്ടി സാധിക്കുക? കാരണം ഓപ്പറേഷൻസും എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻസും ബാക്കിയുള്ള എല്ലാം ഫുൾ ഫ്ലെഡ്ജിൽ ജനുവരിയോടുകൂടി ഫുൾ ഫ്ലെഡ്ജിൽ ഓപ്പറേഷൻസും നിലനിന്നാണ്. കാരണം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അതിൻ്റെ ഇൻസ്പെക്ഷന് ശേഷം അതും ടോട്ടലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം ഓൾറെഡി ഡിസംബർ 6-ാം തീയതിയോ ഡിസംബർ 7-ാം തീയതിയോ കോമ്പറ്റൻ്റ് അതോറിറ്റി അറ്റാച്ച്മെൻറ്റും കൂടെ ചെയ്തിരിക്കുന്നു അക്കൗണ്ട്സ്, ബാങ്ക് അക്കൗണ്ട്സും അതുപോലെ പ്രോപ്പർട്ടീസും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗെ സംബന്ധിച്ച്, ഞാനിപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഈ ലാഭം കൊടുക്കാൻ വേണ്ടി സാധിക്കുക? ലാഭം കൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ. ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഫുൾ കൺട്രോൾ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ ഫ്രണ്ടിലിരിക്കുകയല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ്മെൻറ്റിന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഇവിടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താം. പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും എന്തായാലും ബോത്ത് ആർ വെൽക്കം. ഓക്കെ, പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലോജിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. വേറെ ഒന്നും തന്നെയല്ല, വേറെ അപ്ഡേറ്റ്സുകൾ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, ഞാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഒരു മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ അല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു പബ്ലിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം. അപ്പോൾ ഇതിൽ ഈ പരാതി ലോജിക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ലോജിക്ക് ഇല്ലെങ്കിൽ ആ ഒരു കമൻറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഹോപ്പ്ഫുള്ളി എന്തായാലും നിങ്ങളെ കമൻറ്റ്സൊക്കെ കാണട്ടെ. ഓക്കെ, സോ എന്തായാലും ഒരിക്കൽ കൂടി ഏവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്.